പൊന്നാനിയുടെ മണൽപ്പരപ്പിൽ ഓടിത്തുടങ്ങി 21-ാം വയസ്സിൽ വെള്ളി നേടി രാജ്യത്തിന്റെ അഭിമാനമായി ബാസിൽ. ഓടുമ്പോൾ ശരീരവും വേഗവും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന 2 കൈപ്പത്തികളിൽ ഒന്നില്ലെങ്കിൽ ബാസിലിന്റെ കുതിപ്പിന് തടയിടാൻ ഒന്നിനുമായില്ല. ഇടതുകൈ മാത്രം നീട്ടിയോടി ബാസിൽ പിന്നിലാക്കിയത് 2 കൈകളും നീട്ടിയോടിയ സഹതാരങ്ങളെ. കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിലെ അതിവേഗക്കാരുടെ പോരാട്ടമായ 100 മീറ്റർ സ്പ്രിന്റിലാണ് ബാസിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്. പിറവിയിലെ മുട്ടിനു താഴെയില്ലാത്ത വലത് കൈയുടെ കരുത്തിനെ കാലുകളിലേക്ക് ആവാഹിച്ചു കുതിച്ച പൊന്നാനിക്കാരൻ മുഹമ്മദ് ബാസിൽ വെട്ടിപ്പിടിച്ചത് ചരിത്രവെള്ളി. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിലെ അതിവേഗക്കാരുടെ പോരാട്ടമായ 100 മീറ്റർ സ്പ്രിന്റിൽ 10.83 സെക്കൻഡ് എന്ന മിന്നൽ വേഗവുമായാണ് പൊന്നാനി പള്ളപ്രം കളത്തിങ്ങൽ സിറാജുദ്ദീന്റെയും സീനത്തിന്റെയും മകൻ മുഹമ്മദ് ബാസിൽ ഇന്ത്യയുടെ വെള്ളി താരമായി മാറിയത്. കൈക്ക് പരിമിതിയുള്ളവരുടെ മത്സര വിഭാഗമായ T47-ൽ ആഫ്രിക്കയുടെയും ഓസ്ട്രേലിയയുടെയും താരങ്ങളെ പിന്തള്ളിയായിരുന്നു മലയാളി താരത്തിന്റെ വെള്ളി നേട്ടം. 10.71 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത മഹാരാഷ്ട്രക്കാരൻ ദിലീപ് മഹാദുവിനാണ് സ്വർണം. കേരളത്തിൽ നിന്ന് ബാസിൽ മാത്രമാണ് ഗ്ലാസ്ഗോ പാരാ അത്ലറ്റിക്കിൽ പങ്കെടുത്ത മലയാളി. നേരത്തെ പാരീസിൽ നടന്ന വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് ഹാൻഡി സ്പോർട്ട് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗം 100 മീറ്റർ ഓട്ടത്തിൽ ബാസിൽ സ്വർണം നേടിയിരുന്നു. കഴിഞ്ഞ വർഷം ചെന്നൈയിലും ഡൽഹിയിലും നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ 100 മീറ്റർ ഓട്ടത്തിൽ ഒന്നാമതായി. 2022-ൽ ഗുജറാത്തിൽ നടന്ന പാരാ അത്ലറ്റിക് ദേശീയ ചാമ്പ്യൻഷിപ്പിലും സ്വർണം നേടിയിരുന്നു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സിൽ ജനറൽ വിഭാഗത്തിൽ ഒന്നാമതെത്തിയിട്ടുമുണ്ട്. ചെറവല്ലൂർ ഗുഡ് ഹോപ്പ് സെൻട്രൽ സ്കൂളിലെ കായികാധ്യാപകനായ കെവി അനസാണ് ബാസിലിന്റെ പരിശീലകൻ. കേരളത്തിനും മലപ്പുറം ജില്ലയ്ക്കും വളരെ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് ഇന്നലെ കോമൺവെൽത്ത് ഗെയിംസിൽ പാരാ അത്ലറ്റിക്സിൽ 100 മീറ്റർ വെള്ളി നേടിയ നമ്മുടെ സ്വന്തം മുഹമ്മദ് ബാസിൽ. ഒരു കോച്ച് എന്ന നിലയിൽ വളരെയധികം സന്തോഷം തോന്നിയൊരു നിമിഷം. 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ ഫുട്ബോൾ കളിക്കുന്നതിനിടെയാണ് ബാസിലിന്റെ ഓട്ടം അനസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഫുട്ബോളിനേക്കാൾ ബാസിൽ കുതിക്കുക ഓട്ടത്തിലാണെന്ന് മനസ്സിലാക്കിയ അധ്യാപകൻ ഒപ്പം കൂട്ടി മികച്ച പരിശീലനവും പ്രചോദനവും നൽകി. ഗ്ലാസ്ഗോയിലെ തന്റെ വെള്ളി മെഡൽ നേട്ടം മാതാപിതാക്കൾക്കും 2 സഹോദരങ്ങൾക്കും കോച്ചിനും സമ്മാനിക്കുകയാണ് അനസ്. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. തിരുവനന്തപുരം സായിയിലാണ് നിലവിൽ ബാസിലിന്റെ പരിശീലനം.